ശ്രീരാജ് എവിടാണുള്ളത്? കാണികളൊക്കെ വലിയ ആവേശത്തോടു കൂടി അങ്ങനെ കാത്തിരിക്കുകയാണ് ഓരോ മത്സരങ്ങളും. സംഗീത, അങ്ങനെ തന്നെയാണ്. വലിയ ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത്. ഇപ്പോൾ നടക്കുന്നത് ബി ബാച്ച് മത്സരങ്ങളാണ്. എ ബാച്ച് മത്സരം ആരംഭിക്കുന്നതോടുകൂടിയാകും ആവേശത്തിലേക്ക് കാണികളെത്തുക. കാരണം വലിയ പള്ളിയോടങ്ങളുടെ മത്സരം ബി ബാച്ചിലാണ്, എ ബാച്ചിലാണ് നടക്കുന്നത്. കുറെ കൂടി വലിയ പള്ളിയോടങ്ങൾ കുറെ കൂടി ആവേശകരമായ മത്സരത്തിലേക്ക് ആ സമയം ജലോത്സവം എത്തും. എന്തായാലും വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഉച്ച മുതൽ തന്നെ ധാരാളം ആളുകൾ ഈ എല്ലാ വർഷവും പോലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എ ബാച്ച് മത്സരം ആരംഭിക്കുന്നതോടുകൂടി കുറെ കൂടി ആളുകൾ ഇവിടേക്ക് എത്തും, കൂടുതൽ ആവേശത്തിലേക്ക് എത്തും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം മുതലാണ് ഇത്തരത്തിൽ വേഗത കൂടി വിജയിയെ തീരുമാനിക്കുന്നതിനുള്ള മാനദണ്ഡമാക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെ ആദ്യം എത്തുന്നോ അയാൾ വിജയിയാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആവേശത്തിൽ തുഴക്കാരുണ്ടാകും. പള്ളിയോടക്കാർ മത്സരിക്കുന്ന പള്ളിയോടങ്ങളെല്ലാം തന്നെ കുറെ കൂടി ആവേശത്തിൽ ആദ്യം എത്താനായി തന്നെ കൂടുതൽ മത്സര ബുദ്ധിയോടെ തന്നെ തുഴയെറിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സവിശേഷതയുള്ളത്. മുൻ വർഷങ്ങളിലെല്ലാം തന്നെ ഈ തുഴച്ചിൽക്കാരുടെ ഒരുമയും അവരുടെ താളവും അവരുടെ വഞ്ചിപ്പാട്ടിൻ്റെ താളവും വിശ്വാസങ്ങളും ഒക്കെ തന്നെയായിരുന്നു വിജയിയെ തീരുമാനിക്കുന്നതെങ്കിൽ ഇപ്പോൾ കുറെ കൂടി മാറ്റം വന്നു. കഴിഞ്ഞ തവണ മുതൽ ഇത്തരത്തിൽ ആരാദ്യം എത്തുന്നു അവർ വിജയിയാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആവേശത്തിലേക്ക് ഈ തുഴയെറിയുന്ന ആളുകളും അതുപോലെ തന്നെ കാണികളും ചെന്നെത്തുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഇപ്പോഴും ആറന്മുള വള്ളംകളി എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള വള്ളംകളി തന്നെയാണ്. ആവേശം ഒട്ടും ചോരാതെ തന്നെ, വിശ്വാസവും ഒട്ടും ചോരാതെ തന്നെ രണ്ടും ഒരുപോലെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ പള്ളിയോടക്കാരും അതുപോലെ തന്നെ കാണികളും ഒരുപോലെ തന്നെ ഈ ആവേശത്തോടെ വള്ളംകളിയെ ഏറ്റെടുക്കുന്നു. അപ്പോഴും ഈ വിശ്വാസവും അവരുടെ ഐതിഹ്യവും ഒന്നും ഒട്ടും പുറകോട്ട് പോകുന്നില്ല. അതെല്ലാം തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ വള്ളംകളി ഇവിടെ കാണാനെത്തുന്നവരും അതിൽ പങ്കെടുക്കുന്നവരും എല്ലാം തന്നെ ഉള്ളത്. അവരുടെ ഓണാഘോഷങ്ങൾ പൂർത്തിയാകണമെങ്കിൽ ഈ ആറന്മുള വള്ളംകളിയോടുകൂടി മാത്രമാണ് അത് പൂർത്തിയാകുക. ചെറിയ പള്ളിയോടങ്ങളുടെ മത്സരം അവസാനിക്കുന്നതോടുകൂടി വലിയ പള്ളിയോടങ്ങളുടെ മത്സരം, എ ബാച്ച് മത്സരം ആരംഭിക്കും. അപ്പോഴാകും കൂടുതൽ ആവേശത്തിലേക്ക് കാണികളും മത്സരാർത്ഥികളും എല്ലാം തന്നെ ഒരേപോലെ എത്തുക. എങ്കിൽ പോലും ഇത്തരത്തിൽ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും എല്ലാം തന്നെ ഇവർ മുറുകെ പിടിക്കുന്നു. ഇതിന് പിന്നിലെ വിശ്വാസം എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മങ്ങാട്ട് ഭട്ടതിരിക്ക് സന്താന ഭാഗ്യമില്ലായിരുന്നു. ഏറെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് കുട്ടി ജനിക്കുന്നു. അപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്നു അത് തിരുവാറന്മുള അപ്പനാണ് കുട്ടിയെ നൽകിയത് എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് തൊട്ടടുത്ത വർഷം മുതൽ ഒരു ബ്രഹ്മചാരിക്ക് ഓണസദ്യ ഒരുക്കി ഭട്ടതിരി കാത്തിരുന്നു. അങ്ങനെ ഒരു വർഷം ഈ ഓണസദ്യ കഴിക്കാൻ എത്തിയില്ല, ഒരു ബ്രഹ്മചാരിയും എത്തിയില്ല. അങ്ങനെ വളരെ ദുഃഖത്തോടെ ഇരുന്ന ഘട്ടത്തിലാണ് ഒരു ചെറിയ കുട്ടി ഈ ഓണസദ്യ കഴിക്കാൻ വരുന്നതും ആ സദ്യ കഴിച്ച് സന്തോഷത്തോടെ മടങ്ങുന്നതും. ആ രാത്രി ഈ മങ്ങാട്ട് ഭട്ടതിരി ഒരു സ്വപ്നം കാണുന്നു. തിരുവാറന്മുളയപ്പനാണ് ഈ ബാലൻ്റെ രൂപത്തിൽ, ചെറിയ കുട്ടിയുടെ രൂപത്തിൽ വന്ന് തൻ്റെ സദ്യ കഴിച്ചത് എന്ന് ഒരു സ്വപ്നം കാണുന്നു. അതുപോലെ തന്നെ ആ സ്വപ്നത്തിൽ തിരുവാറന്മുളയപ്പൻ അദ്ദേഹത്തോട് പറഞ്ഞതായി അദ്ദേഹം വിശ്വസിക്കുന്നു. അതായത് ഇനി മുതൽ ഭക്ഷണം അല്ലെങ്കിൽ ഓണസദ്യക്കുള്ള വിഭവങ്ങൾ, തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങൾ ആറന്മുള അമ്പലത്തിൽ എത്തിച്ചാൽ മതിയെന്ന്. അങ്ങനെ തൊട്ടടുത്ത വർഷം മുതൽ ആറന്മുള അമ്പലത്തിലേക്ക് തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളും വഹിച്ചുകൊണ്ടുള്ള തോണിയിൽ അദ്ദേഹം പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് കൊള്ളക്കാർ ഇദ്ദേഹത്തെ ഈ തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങൾ കൊള്ളയടിക്കാനായി അവിടേക്ക് എത്തുന്നത്. അങ്ങനെ ആ ചുറ്റുമുള്ള കരയിലുള്ള ആളുകൾ പള്ളിയോടങ്ങളിൽ ഈ രക്ഷയ്ക്കായി, ഭട്ടതിരിയുടെ രക്ഷയ്ക്കായി പള്ളിയോടങ്ങളിൽ എത്തി. അന്ന് മുതൽക്കാണ് ഈ പള്ളിയോടങ്ങൾ കൂടി ഈ തിരുവോണ തോണിക്കൊപ്പം ചേരുന്നതും ഈ പള്ളിയോടം മത്സരത്തിൻ്റെ ഭാഗമാകുന്നതും വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും എല്ലാം ഭാഗമാകുന്നതും. തൊട്ടടുത്ത വർഷം മുതൽ ഈ പള്ളിയോടങ്ങൾ ഈ തിരുവോണ തോണിയെ അനുഗമിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് തിരുവോണ തോണിയും ഈ പള്ളിയോടങ്ങളുമായിട്ടുള്ള ബന്ധവും ഐതിഹ്യവും വിശ്വാസവും എല്ലാം ഈ നാടിൻ്റെ ഭാഗമായി മാറുന്നത്. എന്തായാലും അത്തരത്തിലുള്ള വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആറന്മുളക്കാർ ഈ തിരുവോണത്തോണിയെയും പള്ളിയോടങ്ങളെയും ആറന്മുള ജലോത്സവത്തെയും എല്ലാം കാണുന്നത്. ചെറിയ മാറ്റങ്ങൾ, ഈ വേഗതയും ഇതെല്ലാം തന്നെ വിജയം തീരുമാനിക്കുന്ന മാനദണ്ഡമായി മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ആറന്മുളക്കാർക്ക് അല്ലെങ്കിൽ ഈ പള്ളിയോടക്കാർക്ക് 52 കരകളിലെയും പള്ളിയോടക്കാർക്കെല്ലാം തന്നെ വിശ്വാസവും ഐതിഹ്യവും ഒക്കെ തന്നെയാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. എന്തായാലും വലിയ ആവേശം എല്ലാം തന്നെ അതിൻ്റെ ഭാഗമായി വരുന്നു. വിശ്വാസത്തോടൊപ്പം ആവേശവും കൂടി വരുന്നു. ഈ ബി ബാച്ച് മത്സരങ്ങൾ
മത്സരങ്ങൾ പൂർത്തിയാകുന്നതോടുകൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവേശം വീണ്ടും ഇരട്ടിക്കും. എ ബാച്ച് മത്സരം ആരംഭിക്കുന്നതുകൂടി കൂടുതൽ ആളുകൾ കൂടുതൽ ആവേശത്തോടെ ഈ ആറന്മുള ജലോത്സവത്തെ കാണും. എന്തായാലും വലിയ രീതിയിലുള്ള ഈ ആളുകളുടെ എല്ലാം ഓണാഘോഷത്തിൻ്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന് ഈ ആറന്മുള വള്ളംകളിയാണ്. തിരുവാറന്മുള അപ്പനും അവരുടെ എല്ലാം വിശ്വാസത്തിൻ്റെ ഭാഗമാകുമ്പോൾ, തിരുവോണത്തോണി അവരുടെ വിശ്വാസങ്ങളുടെ ഭാഗമാകുമ്പോൾ, തിരുവോണ ദിവസം ആറന്മുള അമ്പലത്തിൽ നിന്നും ആരംഭിക്കുന്ന സ്ഥിതി ഉള്ളപ്പോൾ എന്തായാലും അവരുടെ വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും എല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാന ഘടകം കൂടിയാണ് ഈ ആറന്മുള ജലോത്സവം എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും സാധാരണക്കാരായ ആളുകളും മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ഒരു ദിവസം ഈ ആറന്മുള ജലോത്സവം കാണാൻ ഈ പമ്പാ തീരത്തേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. സംഗീത.